ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് കേട്ടോ. കാരണം ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇത് റംസാൻ മാസമാണെന്നോ അല്ലെങ്കിൽ പവിത്രമായ മാസമാണെന്നൊന്നുമില്ല. തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ഒരു പുച്ഛമാണ്. അതുപോലെ തന്നെ ഈ 5 നേരം നിസ്കരിക്കുക എന്ന് പറയില്ലേ, അതൊന്നും അതൊന്നും അവർക്ക് അത്ര വലിയ കാര്യമല്ല. വേണമെങ്കിൽ നിസ്കരിക്കാം, വേണമെങ്കിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് എന്തും ആവാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിനെയെങ്കിലും നമ്മൾ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ദൈവത്തെ പോലും പേടിയില്ലാത്ത കുറേ ആളുകളുണ്ട്. അതിലൊരാളാണ് ഈ മുജീബ് എന്ന് പറയുന്ന ആള്. മുജീബ് കൊണ്ടോട്ടി എന്ന് പറഞ്ഞാലാണ് ആള് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതായത് ഒന്നും രണ്ടും പിന്നെ കേസുകളിലല്ല പ്രതി, 55 കേസുകളിലെ പ്രതിയാണ് ഈ മുജീബ് കൊണ്ടോട്ടി. എന്നിട്ടും അയാളെ വെറുതെ വിട്ടിരിക്കുകയാണ്. 1.5 വർഷം വെറുതെ വിട്ടിരിക്കുകയല്ല, 1.5 വർഷത്തോളമായി അയാൾ ജയിൽവാസത്തിലായിരുന്നു. ഈ കൊറോണയുടെ ടൈമില് ഒരു ഓട്ടോയിൽ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ അയാൾ ബലാത്സംഗം ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് ആ അമ്മനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ ഇട്ടിട്ട് പോയി. വലിയ പ്രായമായ ഒരു സ്ത്രീനെയാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് 1.5 വർഷം ഇയാള് പിന്നെ ജയിലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മെല്ലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറങ്ങി കഴിഞ്ഞതും അയാൾ അപ്പൊ തന്നെ ഒരു ബൈക്ക് മോഷ്ടിച്ചു. അപ്പൊ ഈ 1.5 വർഷം ജയിലിലായപ്പോഴും ഇയാൾക്ക് ചിന്തയില്ല ഇതൊരു റംദാൻ മാസമാണെന്നോ അല്ലെങ്കിൽ പവിത്രമായ മാസമാണെന്നൊന്നും ഇയാൾക്കില്ല. പേര് മുജീബ് എന്നുള്ള പേര് മാത്രമേ ഇയാൾക്കുള്ളൂ. പക്ഷേ ഇയാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മുജീബ് കൊണ്ടോട്ടിയാണ്. ഒരുപാട് കേസുകളിലെ പ്രതിയാണ്, 55-ൽ പരം കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് അറിഞ്ഞു. പക്ഷേ 1 വർഷം പോലും അതായത് കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ആ ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കുമാണ് ഈ അനുവിന്റെ കാലനായിട്ട് ഈ മുജീബ് വരുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോ പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അനുവിന്റെ അമ്മയോ ആരോ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആള് ധൃതി വെച്ച് ഓടുകയാണ്. അതായത് ഇവിടെ പറ്റില്ല, അവിടെ മെഡിക്കൽ കോളേജിൽ എങ്ങോട്ടോ മാറ്റണം പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിലും ബേജാർ തന്നെയല്ലേ. പക്ഷെ അനു താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഉള്ളേരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൻപുറമാണ്. നമ്മളൊക്കെ നാട്ടിൻപുറത്തുള്ള ആളുകളാണ്. അതായത് അധികം പിടിച്ചുപറി, കൊലക്കേസ് അങ്ങനെയൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു നാടാണത്. ആ നാട്ടിൽ വെച്ചിട്ടാണ് സ്വന്തം നാട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അതും മുട്ടിന് മാത്രം വെള്ളമുള്ള, നമ്മുടെ കണങ്കാലിന്റെ അത്രയ്ക്ക് വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ പിന്നെ ഈ ഒരു അനുവിനെ മുക്കി കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു മാസത്തിലാണ് ഈ മുജീബ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ലോകത്ത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം മരണം ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ അവിടെ ദൈവം ചോദിച്ചോളും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കുള്ള ശിക്ഷ ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഒന്നും അറിയാത്ത ഒരു സാധു പെണ്ണിനെ പിന്നെ കേവലം സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയിട്ട്, മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവളെ മുജീബിന്റെ കാല് വെച്ചിട്ട് ആ വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് എന്നിട്ടും ഇയാളെ പിടിക്കാൻ പോകുന്ന സമയത്ത് പിന്നെ പോലീസുകാരുടെ മേലേക്ക് പോലും കത്തി വീശി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര അതുപോലെ തന്നെ മോഷ്ടിക്കുന്ന ആൾക്കാർക്കും ഈ പിടിച്ചുപറിക്കാർക്കും ഈ കൊല ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നവർക്കൊന്നും ദൈവഭക്തിയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവര് ഒരു എന്താ പറയാ, ഒരാളെ പേടിയില്ലാത്ത ഞാനാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നുള്ള അഹങ്കാരത്തോടുകൂടി പോകുന്ന ആളുകളായിരിക്കും അവരൊക്കെ. എന്തായാലും ഇതിനുള്ള പ്രതിഫലം, ഇതിനുള്ള കൂലിയൊക്കെ എവിടെ കിട്ടുന്നറിയോ? അവിടെ അവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എന്തായാലും നല്ലൊരു ശിക്ഷ മുജീബിന് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ ഇനിയെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ദയവ് ചെയ്തിട്ട്, എങ്ങനെയാണ് ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള മനസ്സ് വരുന്നത്? ജന്മന അവൻ കള്ളനാവോ? ഇല്ല പിറന്നു വീണ ഉടൻ അവൻ പിടിച്ചോറിക്കാരനാവോ? ഇല്ല, അതൊക്കെ ഓരോ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ്. പക്ഷെ ആ സാഹചര്യങ്ങളെ ഒരിക്കലും മുതലെടുത്തിട്ട് മറ്റുള്ളവരുടെ ജീവൻ കളയുന്ന രീതിയിലുള്ള മുതലെടുപ്പ് ആവരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.